നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു മാസമായി ദുരന്തങ്ങളുടെ ഒരു വേലിയേറ്റമാണ് നമുക്ക് ചുറ്റും. പാൽഗ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒട്ടേറെ സംഭവങ്ങൾ നാം നേരിട്ടു. അതിൻ്റെ കൃത്യവും വ്യക്തവുമായ തിരിച്ചടി നൽകി ഇന്ത്യ അക്കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ നമ്മുടെ യശസ് ഉയർത്തിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയരായ 26 പേരെ കൊന്നൊടുക്കിയ ആ ഭീകരാക്രമികളെ ഇതുവരെയായിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 കപ്പലുകൾ മുങ്ങിയെങ്കിലും ഈ 2 കപ്പലുകളും മുങ്ങിയതിൻ്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ 24 മണിക്കൂർ പിന്നിട്ടിട്ടും അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു സൂചനയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. വളരെ അശാന്തി നമുക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നു. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നു. നമ്മുടെ മലയാളികൾ ചെന്നെത്താത്ത ഒരു രാജ്യവുമില്ല. എല്ലാ ദിവസവും ഇന്ത്യയിൽ നിന്ന് പറക്കുന്ന എല്ലാ വിമാനത്തിലും മലയാളികളുണ്ട്. എന്നല്ല, ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടന്നാലും ഒരു മലയാളി അതിലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഈ കൊച്ചു കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ നിന്നും നാം വിട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ലോകം മുഴുവൻ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലെവിടെയും നടക്കുന്ന ദുരന്തങ്ങൾ നമ്മളെ ബാധിക്കുന്നു. ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നടക്കുന്ന ദുരന്തവും നമ്മുടെ തന്നെ ദുരന്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തവും കേരളത്തിലുണ്ടായതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അതിനകത്ത് ഉള്ളതുപോലെ നമ്മൾ വേദനിക്കുകയാണ്. എന്താണ് ആ വിമാനാപകടത്തിൻ്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഗുജറാത്തിൽ ആണ് അത് സംഭവിച്ചെന്നുള്ളതുകൊണ്ട് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നും ഉള്ളതുകൊണ്ടും അപകടമുണ്ടായതിൻ്റെ സാഹചര്യവും ഈ സംസ്ഥാനത്ത് നിന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നുള്ളതും വിമാനാപകടത്തിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ളതുമൊക്കെ നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ വളർത്തുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ സമയമായിട്ടില്ല. ഇതൊരു അട്ടിമറിയാണോ അല്ലയോ എന്ന് പോലും പറയാൻ സമയമായിട്ടില്ല. ഈ അപകടം ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതാണോ എന്നറിയത്തില്ല. സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, വിമാനം ഇന്നലെ ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 30 സെക്കൻഡിനുള്ളിൽ അത് ഇടിച്ച് കത്തി അമർന്നു കഴിഞ്ഞു. ഈ സമയത്തിനുള്ളിൽ, ഈ 30 സെക്കൻഡിനുള്ളിൽ ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ആ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ബ്ലാക്ക് ബോക്സും അപകടം സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന രേഖകളാണ്. അതിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ബ്ലാക്ക് ബോക്സ് കിട്ടിയെന്നും കിട്ടിയില്ല എന്ന് 2 തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അവ കിട്ടിയാൽ ഒരുപക്ഷെ എന്തെങ്കിലും സൂചനകൾ പുതുതായിട്ട് ലഭിക്കുമായിരിക്കും. എന്തായാലും വിമാനം പറന്നുയർന്നു കഴിഞ്ഞ് വിമാനത്തിൻ്റെ എലിവേറ്റർ ഓപ്പൺ ചെയ്തില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രണ്ടാമത്തേത്, അതിൻ്റെ ഫ്ലാപ്പ് ഉയർന്നില്ല എന്ന്. ഈ 2 സംഗതിയും സംഭവിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംശയം ഉണർത്തുന്നു. കാരണം വിമാനത്തിൻ്റെ ഫ്ലാപ്പ് വർക്ക് ചെയ്യാതെ പോയാൽ, ഈ വിമാനത്തിന് ഫ്ലാപ്പ് സാധാരണ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിന് മുമ്പായി തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഒരു എയർപോർട്ടിൻ്റെ റൺവേയുടെ നീളം ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു വിമാനത്തിൻ്റെ ഫ്ലാപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാപ്പ് സെറ്റ് ചെയ്യാതെ ആ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലാപ്പ് സെറ്റ് ചെയ്യുന്നുള്ളൊരു ഉറപ്പാണ്. അത് ആ വിമാനത്തിലെ റൺവേയുടെ നീളത്തിനനുസൃതമായിട്ടാണ് സെറ്റ് ചെയ്തെന്നുള്ളൊരു ഉറപ്പാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ഫ്ലാപ്പ് ഈ 30 സെക്കൻഡിനുള്ളിൽ എന്തുകൊണ്ട് അത് ഉയർന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇതൊരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ ഇത് തകർന്നെന്നറിയില്ല. മറ്റൊന്ന്, പക്ഷിയിടിച്ച് അപകടം ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷിയിടിച്ച് അപകടം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും പക്ഷിയിടിച്ച ഒരു വിമാനം തകരുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷിയിടിച്ച് അതിൻ്റെ എഞ്ചിനുള്ളിലേക്ക് പക്ഷി കടന്നു കഴിഞ്ഞാൽ എഞ്ചിനുള്ളിൽ നിന്ന് അതിൻ്റെ തീ പുറത്തേക്ക് വരിക, അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാങ്കേതിക വിദഗ്ധർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. അപ്പോൾ അതൊന്നും ഇവിടെ കാണപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം അതിനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളല്ല പറയേണ്ടത്. അതിന് സാങ്കേതിക വിദഗ്ധർ പിന്നീട് അത് വിശദമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവും. എങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുന്നതുവരെ നമ്മളെ സംബന്ധിച്ച് നമ്മുടേതായ സംശയങ്ങളും നമ്മളുടേതായ അറിവും സാങ്കേതികമായ ജ്ഞാനവും നമുക്ക് ലഭ്യമായ അറിവുകളും വെച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 സംശയങ്ങൾ ഉയരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത്, അയാട്ടയുടെ കണക്ക് പ്രകാരം 53% വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നത് വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ്.
വെറും 11% അപകടങ്ങൾ മാത്രമേ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുള്ളൂ. ബാക്കി ഒക്കെ മറ്റ് സാഹചര്യങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അപകട സാധ്യത കുറവാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഈ സീരീസിൽപ്പെട്ട വിമാനം ഒരു അപകടത്തിലും പെട്ടിട്ടില്ല. ബോയിങ് വിമാനങ്ങൾക്ക് നേരത്തെ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സീരീസിലുള്ള വിമാനം, പ്രത്യേകിച്ച് വിമാനം 11 വർഷമായിട്ട് നിരന്തരമായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് വിമാനത്തെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 11 വർഷം ഒരു നീണ്ട കാലയളവൊന്നുമല്ല. വിമാനത്തിൻ്റെ പഴക്കം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അതും ഇതുവരെയായും അത് നടന്നിട്ടില്ല എന്നുള്ളതിന് സൂചനയൊന്നുമില്ല. ഇനിയും അത് കൂടുതൽ പരിശോധനയിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. എന്തായാലും അവിശ്വസനീയവും ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ഒരു അപകടം, ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ ആ വിമാനത്താവളത്തിനടുത്ത് തന്നെ തകർന്നു വീഴുക, അതും ഡോക്ടർമാർ താമസിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് അത് തകർന്നു വീഴുക, ഒരു വിമാനത്തിൽ യാത്ര ചെയ്തവരെക്കാളും കൂടുതൽ പേര് മരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു ദുരന്തം. മാത്രമല്ല, ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന തരത്തിൽ 242 പേരിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയെങ്കിലും ലോകത്തിന് നൽകാൻ വേണ്ടി ഒരാളെ ഇതിനകത്ത് അവശേഷിച്ചിരിക്കുകയാണ്. ഈ വരും ദിവസങ്ങളിൽ വളരെ വളരെ ആശങ്കയോടെ നമ്മളെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, ഇത് ഒരു അട്ടിമറിയാണോ അതോ ഇതൊരു സാങ്കേതികമായ തകരാറുണ്ടാക്കിയ മരണമാണോ? രണ്ടാമത്, ഇതേ സമയത്ത് തന്നെ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം, ആ സംഘർഷത്തിൻ്റെ ഫലം എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതുമായ പല വിമാനങ്ങളും വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുറപ്പെട്ട പല വിമാനങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. മൊത്തത്തിൽ ആ കൂടി ഒരു ഡിസ്ലൊക്കേഷൻ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നാടിൻ്റെ പ്രത്യേകിച്ച് വ്യോമയാന ഗതാഗതം പോകുന്നത്. നമ്മുടെ ആളുകൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും ലോകം മുഴുവൻ താമസിക്കുകയും ചെയ്ത് നമ്മുടെ ആളുകൾ നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമെല്ലാം എയർപോർട്ടുകളിലേക്ക് പോവുകയും എയർപോർട്ടുകളിൽ നിന്ന് മടങ്ങിയെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, പറന്നുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഈ അശാന്തിയുടെ ദിനങ്ങൾ എത്രയും വേഗം കടന്നു പോകട്ടെ എന്നും ഈ വിമാനാപകടത്തിന് യഥാർത്ഥ കാരണങ്ങൾ എത്രയും വേഗം വെളിപ്പെട്ട് വരട്ടെ എന്നും അത് കൂടുതൽ ദുരന്തത്തിലേക്ക്, കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇരിക്കട്ടെ എന്നും ആഗ്രഹിക്കുക മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്.